ഹേ ഗൈസ് മിസ്റ്റർ വിശ്വ യു ആർ വാച്ചിങ് ടി വി മോട്ടോ മൂവീസ് യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വീഡിയോ തമ്മിൽ കണ്ട പോലെ ഒരു സ്പ്ലെൻഡറിലെ ഫ്രണ്ട് നമ്മുടെ NS ഡിസ്ക് സെറ്റ് ആണ്. അതായത് BS6 സ്പ്ലെൻഡർ കൺവേർഷൻ ആക്ച്വലി വന്നിട്ട് ഇത് എങ്ങനെ കൺവേർഷൻ ഓൾറെഡി BS6 സ്പ്ലെൻഡറിൽ ഡിസ്ക് വന്നിട്ട് അലോയ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് മാറ്റി വീണ്ടും സ്പോക്ക് വീൽ ആക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ആടെ തരാം, നിങ്ങൾക്ക് നോക്കണേ കൈ കിട്ടുന്നിട്ട് ആക്ച്വലി ഒന്ന് അയച്ചായിരുന്നു. ഇപ്പോൾ ബാക്കിൽ കാണിക്കാൻ മനസ്സിലാവും. നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ബാക്കിൽ അലോയിലായിട്ട് തോന്നുമെങ്കിൽ സംഭവം വെച്ചാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് അവൻ ബാക്കിൽ സ്റ്റോക്കിന് നടക്കണം, ഫ്രണ്ടിലാവും വന്നിട്ട് ഇത് കണ്ടല്ലോ ഈ ഒരു ഡിസ്കുള്ള വീലാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് സ്പോക്ക് വീൽ സെറ്റപ്പിലോട്ട് മാറ്റാൻ പോവാണ്. അതിന് ഇതിലോട്ട് NS2 ഡിസ്ക് സെറ്റാണ് വരുന്നത്. വണ്ടിയുടെ മറ്റേ പുള്ളർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അവിടെ വന്ന് സ്റ്റമ്പിൽ ഹൈറ്റായിട്ട് സെറ്റ് ചെയ്ത് ബൂട്ട് ഇടുന്നത് ഓൾറെഡി വണ്ടിയിൽ ഉണ്ടാകുന്ന സ്റ്റമ്പാണ്. ഹൈറ്റ് ജസ്റ്റ് ബൂട്ടും സെറ്റ് ആക്കുന്നുണ്ട്. അപ്പം മൊത്തം സെറ്റ് ചെയ്തിട്ട് വണ്ടിയുടെ നമുക്ക് ബാക്കിയുള്ള വർക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന പോലെ വണ്ടിയുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വീല് കയറി കഴിഞ്ഞു. ബാക്കിൽ ഞാൻ പറഞ്ഞത് 120 സെക്ഷൻ വീലാണ് ഇട്ടേക്കുന്നത്. ഇത് പുതിയൊരു ഗ്രിപ്പാണ് നമ്മൾ ട്രൈ ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി വന്നിട്ട് സിയറ്റ് അല്ല ഈ വട്ടം എടുത്തേക്കുന്നത്, നമ്മൾ അപ്പോളാണ് എടുത്തേക്കുന്നത്. അല്ല കഴിഞ്ഞ വട്ടം JK ആയിരുന്നു, ഈ വട്ടം അപ്പോളോ ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു NS ഡിസ്ക് സെറ്റും കാര്യങ്ങളും കയറിയിട്ടുണ്ട്. ആക്ച്വലി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ കാലിപ്പർ സെറ്റ് ചെയ്യണം, മങ്കാട് പിടിപ്പിക്കണം, അങ്ങനെ പരിപാടിയാണ്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് നമുക്ക് വണ്ടി പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോലെ പറയുകയാണ് വണ്ടി BS6 സ്പ്ലെൻഡറാണ്. വണ്ടിയിൽ ഓൾറെഡി അലോയിൽ ഫ്രണ്ടിൽ യൂണിക്കോൺ ഡിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ മാറ്റിയിട്ടാണ് ഇപ്പോൾ NSൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് കൺവേർഷൻ ഇപ്പോൾ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൽ ചെറിയ പ്രശ്നമാണ്, ഞാൻ ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് ഇപ്പോൾ പോരാ. ഷേപ്പ് വരണമെങ്കിൽ ഫ്രണ്ട് ഇച്ചിരി ഹൈറ്റ് കൂട്ടണം. കാരണം ബാക്കിലത്തെ ടയർ നല്ല വലുപ്പം കൂടി പോയി. കാരണം 120 സെക്ഷൻ 80 വന്നാലും ഇത് അപ്പോൾ ഒരു പുതിയ ഗ്രിപ്പ് നമ്മൾ ട്രൈ ചെയ്തു. അത് നല്ലപോലെ പൊക്ക വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ 120 സെക്ഷനെക്കാട്ടിലും. ആൻഡ് ബാക്കിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സൂപ്പർ സ്പ്ലെൻഡറിൻ്റെ കാലത്താണ് യൂസ് ചെയ്തത്. അപ്പോൾ പക്കയാണ് തീരുന്നത്. ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് NS2 ഡിസ്കസ് വന്നിട്ടുണ്ട്. RTR കാലിപ്പർ സെറ്റ് ചെയ്യാൻ റെഡിയാക്കുന്ന മേളിലൊരു കോപ്പി ബ്രംബോ കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഷോൾഡ് ബാർ ആയിട്ടുണ്ട്. എൻ്റെ പഴയ ലുക്ക് എന്ന് വെച്ചുമ്പോൾ അതിന് വ്യത്യാസമുള്ളത്. നേരത്തെ ആ പയ്യൻ കുറേയൊക്കെ ചെയ്തത് നമ്മൾ നോക്കാൻ പോയിട്ടില്ല. പക്ഷേ ടാങ്ങ സൈഡ് പറയാൻ പയ്യൻ ഇതൊന്ന് പെയിൻ്റ് അടിച്ചുകൊണ്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആയിട്ട് ജസ്റ്റ് പോകുന്നത്. പക്ഷേ നല്ല ഷേപ്പ് ഉണ്ട്. ഇനി ഫ്രണ്ട് ഇച്ചിരി പൊപ്പ് വേണമെന്നൊരു ഷേപ്പ് പോകും. സോ അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ നോക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ